മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആദ്യമായി ഒരു കൊലപാതകം നടന്നപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ നിലപാടായിട്ട് പറഞ്ഞത്, അന്യായമായി ഒരാൾ കൊലപാതകം നടത്തി കൊല ചെയ്താൽ അയാൾ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്തതിനോട് തുല്യമാണ് എന്നാണ്. കൊലപാതകം ഒരിക്കലും നീതീകരിക്കപ്പെടാവുന്നതല്ല ഒരു കാരണവശാലും. നമ്മൾ ഇന്നത്തെ വാർത്തകളൊക്കെ കണ്ടു. കേരൾ ജൻസ് നന്തൻകോട് കൊലപാതകത്തിൻ്റെ വാർത്ത നമ്മൾ കണ്ടു. 7 വർഷങ്ങൾക്കിപ്പുറമാണ് വിധി വരുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് അയാളെ തൂക്കിക്കൊല്ലുമെന്ന് തന്നെയാണ്. കാരണം സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും മറ്റൊരു സ്ത്രീയെയും അതിക്രൂരമായി യാതൊരു പശ്ചാത്താപമൊന്നുമില്ലാതെ നിർദാക്ഷിണ്യം കൊലപാതകം നടത്തിയ ഒരാൾ, അയാൾക്ക് വധശിക്ഷയല്ലാതെ മറ്റെന്താണ് അർഹിക്കുന്നത്? ഇപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടും അയാൾക്കൊരു കുറ്റബോധമോ ഒരു പശ്ചാത്താപമോ ഇല്ല. എന്നിട്ട് പോലും കോടതി അയാൾക്ക് വിധിക്കുന്നത് 26 വർഷം തടവാണ്, ജീവപര്യന്തം. അതിലിപ്പോൾ 7 വർഷം അയാൾ കിടന്നു കഴിഞ്ഞതുകൊണ്ട് അത്രയും അയാൾക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വധശിക്ഷയല്ലാതെ മറ്റെന്താണ് അയാൾ അർഹിക്കുന്നത്? അയാൾക്ക് വധശിക്ഷ നൽകാതിരിക്കാൻ എന്ത് കാരണമാണിപ്പോൾ കോടതി കണ്ടിരിക്കുന്നതാവോ?